അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യത്തിൻ്റെ അന്ത്യാഞ്ജലി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയായ 3 ജൻപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ജൻപത്തിലെ വസതിക്ക് മുന്നിൽ നിന്ന് അച്യുതൻ നമുക്കൊപ്പം ചേരുകയാണ്. അച്യുതൻ, പ്രധാനമന്ത്രി എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയത്? എന്തൊക്കെയാണ് ചടങ്ങുകൾ അവിടെ പ്രധാനമന്ത്രിക്കുള്ളത്? എസ് കെ എൻ, അല്പം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ജൻപത്തിലെ 3-ാം നമ്പർ വസതിയിൽ, മൻമോഹൻ സിംഗിന്റെ വസതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹമാണ് ഇപ്പോൾ റോഡിൽ, വസതിക്ക് മുൻപിലുള്ള റോഡിൽ ഇപ്പോൾ നിർത്തി ഇട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് എത്തുന്നതിന് മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വസതിയിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുമെന്ന വിവരം നൽകിയിരുന്നു. അത് 11 മണിക്ക് മുൻപ് തന്നെ വരുമെന്ന കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. കാരണം ഈ 11 മണിക്ക് മന്ത്രിസഭാ യോഗം ചേരുന്ന സാഹചര്യത്തിൽ അതിന് മുൻപായിരിക്കും മൻമോഹൻ സിംഗിനെ അവസാനമായി ഒരു കാണാൻ പ്രധാനമന്ത്രി എത്തുക എന്ന വിവരം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അല്പം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. മറ്റ് മുതിർന്ന നേതാക്കളും ഇതിന് പിന്നാലെ ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ കർണാടകയിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവരും ഒരു 11 മണിയോടുകൂടി ഡൽഹിയിൽ എത്തിച്ചേരും. അങ്ങനെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇവിടേക്ക് വരും. ഇപ്പോൾ BJPയുടെ മുതിർന്ന നേതാക്കളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ പാർട്ടിക്കും ഒരുപോലെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നേതാക്കളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തോടുള്ള സ്നേഹാദരവ് തന്നെയാണ് എല്ലാ നേതാക്കളും പ്രകടിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ ഇപ്പോൾ പ്രധാനമന്ത്രി എത്തിയ സാഹചര്യവും അതുതന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇന്നലെ രാത്രി അദ്ദേഹത്തെ ഡോക്ടർ മൻമോഹൻ സിംഗിനെ എയിംസിൽ പ്രവേശിക്കുന്ന ഘട്ടത്തിൽ BJPയുടെ ദേശീയ അധ്യക്ഷനും ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള JP നദ്ദ അവിടേക്ക് എത്തുകയും അതിനുശേഷമാണ് അദ്ദേഹം വിടവാങ്ങിയ അദ്ദേഹത്തിന്റെ വേർപാടിന്റെ വിവരം പുറത്തു വരുന്നതും. അങ്ങനെ ഇന്നലെ തന്നെ BJPയുടെ പല നേതാക്കളും അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം രാജ്യം ഒന്നടങ്കം ആ ദുഃഖത്തിൽ പങ്കുചേരുന്നതാണ് നമ്മൾ കണ്ടത്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് നാളെ കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വച്ച ശേഷം രാജ്ഘട്ടിന് സമീപമായിരിക്കും മൻമോഹൻ സിംഗിന് അന്ത്യവിശ്രമത്തിനായുള്ള ഒരിടം ഒരുക്കുക എന്ന വിവരമാണ്. നാളെ രാവിലെ മുതൽ AICC ആസ്ഥാനത്ത് പൊതുദർശനമുണ്ടാകും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അത് രാജ്ഘട്ടിന് സമീപമായിരിക്കുമെന്ന സൂചനകൾ കൂടി, വിവരം കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ ലോകം, മറ്റ് മേഖലകളിൽ നിന്നുള്ളവർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ മൻമോഹൻ സിംഗിന് ആദരവ് അർപ്പിക്കാനായി ഈ ജൻപത്തിലെ 3-ാം നമ്പർ വസതിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അച്യുതനാണ് 3 ജൻപത്തിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ അവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു കഴിഞ്ഞു. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കും മറ്റുള്ള മന്ത്രിസഭാ അംഗങ്ങൾക്കൊക്കെ തന്നെ വലിയ ആദരവാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനോടുള്ളത്.